എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ തുറമുഖ പ്രദേശമായിട്ടുള്ള അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാഹിത്യത്തിൻ്റെ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ, മത്സ്യബന്ധനത്തിൻ്റെ, വായനശാലകളുടെ, വിശ്വാസ ഐതിഹ്യങ്ങളുടെ നാടാണ് അഴീക്കോട് എന്നുള്ളത്. സാഹിത്യ നിരൂപണത്തിൻ്റെ അപ്പോസ്തലവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സുകുമാർ അഴീക്കോടിൻ്റെ നാടുകൂടിയാണ് ഇത്. അതെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കണ്ണൂരിലെ തീരദേശ പ്രദേശമായിട്ടുള്ള അഴീക്കോടിൻ്റെ വിശേഷങ്ങളാണ്. കടലും മനുഷ്യരും ചേർന്നിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ ഇവിടെ നമുക്കായി ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. അഴീക്കോട് എന്നുള്ള പേര് വന്നതിന് മിക്കവാറും കുറേ പിന്നെ പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വളവട്ടണം പുഴയുണ്ടല്ലോ, ഇതിൻ്റെ അഴി അവിടെയാണല്ലോ, അഴീക്കലാണല്ലോ. അഴിമുഖം എന്നുള്ള നിലയിൽ ആ കാലത്ത് പിന്നെ അറബി നാടുകളിൽ നിന്നെല്ലാം ഉരുക്കൾ ഇവിടെ വരാറുണ്ട്. ഇവിടുന്ന് തടിയും അതുപോലുള്ള പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോവുകയും അതുപോലെ കുരുമുളക് വ്യാപാര കേന്ദ്രം ആയിരുന്നു. അപ്പോൾ അഴിമുഖം എന്നുള്ള നിലയിൽ വന്ന ആ ഒരു പിന്നെ ഇതിൽ നിന്നായിരിക്കണം അഴീക്കോട് എന്ന പേര് വന്നത് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. 1950 അഴീക്കോട് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആണ് സ്കൂൾ സ്ഥാപിച്ചത്. നമ്മുടെ വിദ്യാലയം 75ാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുകയാണ്, ഈ വർഷം ആഘോഷിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ ഏകദേശം 1700ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നീ യൂണിറ്റുകൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ അക്കാദമിക രംഗത്തുള്ളതുപോലെ തന്നെ മറ്റുള്ള രംഗങ്ങളിലും നല്ല വിജയം, അതായത് സബ് ജില്ലാ, ജില്ലാ കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല വിജയം നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2 വർഷമായിട്ട് നമുക്ക് SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ A+കളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അഴീക്കോട് പഞ്ചായത്തിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. കലാരംഗത്തും കായിക രംഗത്തും അതുപോലെ ചിത്രകലാരംഗത്തുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പല കുട്ടികളും സംസ്ഥാനതല മത്സരങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു വിജയം അക്കാദമിക രംഗത്തായാലും അക്കാദമികേതര രംഗത്തായാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സെക്ഷനിൽ
2 കോഴ്സുകളാണുള്ളത്, കൊമേഴ്സ് ആൻഡ് ബയോളജി സയൻസ്. അവിടെ ടോട്ടൽ 240 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. സ്കൂളിൽ നല്ല ലാബ് സൗകര്യങ്ങളുണ്ട്. എല്ലാ ലാബുകളും നല്ല സൗകര്യമുള്ള ലാബുകളാണ്. കൂടാതെ ഇവിടെ സ്കൂളിൽ ഒരു NSS യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് NSS യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. അതുകൂടാതെ എല്ലാ അധ്യാപകരും നല്ല രീതിയിൽ മികച്ച പരിശീലനമാണ് കുട്ടികൾക്ക് നൽകി വരുന്നത്. അതുകൂടാതെ കുട്ടികൾക്ക് ബാക്ക്വേർഡ് സ്റ്റുഡൻസിന് ഞങ്ങൾ നല്ല രീതിയിലുള്ള എക്സ്ട്രാ ക്ലാസ്സുകളും നൽകി വരുന്നുണ്ട്. അതുകൂടാതെ മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. നല്ലൊരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ വർഷം നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 98% റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കലാകായിക രംഗങ്ങളിൽ നമ്മുടെ സ്കൂൾ വളരെ മികച്ച നിലവാരം പുലർത്തുന്നു. സ്കൂളിൽ സംഗീതവും നൃത്തവും അഭ്യസിക്കുന്നതിന് മാനേജ്മെൻറ്റിൻ്റെ വകയായി രാഗമുദ്ര എന്ന ഒരു സംഗീത നൃത്ത സ്ഥാപനം കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളൊക്കെ വളരെ നല്ല ഈ നമ്മുടെ 75-ാം വാർഷികത്തിൽ അവരുടെ സംഗീതത്തിലും ഇതിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനമായി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്തായി ഈ വിദ്യാലയത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മഹാത്മജിയുടെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അഴീക്കോട് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അടുത്ത് തന്നെ നമ്മുടെ ഇതുള്ള അഴീക്കോടിലും പരിസരങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കോളേജ് വിദ്യാഭ്യാസത്തിനുള്ള ഒരു സൗകര്യം ചെയ്യാൻ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയിലാണ്. അത് അടുത്ത ഭാവിയിൽ തന്നെ ആ പ്രോജക്റ്റ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി. 1938 ഈ രാജേശ്വരീൻ്റെ AK നായരുണ്ടല്ലോ, അവരുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റ് അന്ന്, AK നായർ. വ്യവസായ പ്രമുഖൻ എന്നുള്ള നിലയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രസിദ്ധനായ ഒരു പിന്നെ ടെക്സ്റ്റൈൽ രംഗത്ത് പ്രധാനപ്പെട്ട ഒരു വ്യവസായിയായിരുന്നു. പിന്നീട് ആ രംഗത്ത് ഉണ്ടായ ഒരു പ്രധാന ആൾ PV കുഞ്ഞിരാം മാസ്റ്റർ. അദ്ദേഹം കുറേ കാലം പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സാമൂഹിക രംഗത്തിലെ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നത്. സുകുമാരൻ അഴീക്കോടിനെ നമ്മൾ പിന്നെ ഇവിടെ ജനിച്ചു വളർന്ന് ഏകദേശം ഒരു 10, 20, 21 വയസ്സ് വരെ മാത്രമേ യഥാർത്ഥത്തിൽ അദ്ദേഹം അഴീക്കോട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയൊക്കെ മാറിയതാണ്. കോഴിക്കോട് പോകുന്നതിന് മുൻപേ മാംഗ്ലൂരിൽ അദ്ദേഹം പഠിച്ച സെൻട്രൽ ഡിവിഷൻസ് കോളേജിൽ തന്നെ അധ്യാപകനായിട്ട് കുറേ കാലം അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീടാണ് PVC ആയിട്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അതിൻ്റെ ചുമതലയേറ്റത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കർമ്മഭൂമി എന്നുള്ള നിലയിൽ അതിൻ്റെ തുടക്കം ഈ അഴീക്കോട് പഞ്ചായത്തിലാണ്. മറ്റുള്ള രംഗത്തൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു ഇതിലേക്ക് മാറുന്നതിന് മുൻപേ ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹം. ഈ പൂതപ്പാറ ആണ് സ്വന്തം വീട്. ജനിച്ചു വളർന്ന വീട് പൂതപ്പാറയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പിന്നെ ഗാന്ധി മന്ദിരം എന്ന് പറഞ്ഞുകൊണ്ടൊരു ലൈബ്രറി ഉണ്ട് പൂതപ്പാറ.
അതിൻ്റെ പിന്നെ സ്ഥാപനത്തിൽ ഇദ്ദേഹമൊക്കെ പ്രധാന പങ്ക് വഹിച്ചതാണ് അക്കാലത്ത്. അപ്പോൾ ഈ ഡോക്ടർ പി ആനന്ദൻ എന്ന് പറയുന്ന ആൾ അവർ ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു പുതപ്പാറയിൽ. സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം, അതുപോലെ ഈ എം ടി കുമാരൻ എന്ന് പറയുന്നത് പിന്നെ അഴീക്കോട് തെക്ക് ഭാഗത്താണ്, പ്രധാനപ്പെട്ട ഒരു വാഗ്മിയായിരുന്നു, നല്ല പണ്ഡിതനായിരുന്നു. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ വാഗ്ഭടാനന്ദൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു ഇവരൊക്കെ. മീൻകുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ, പൊന്മടത്തിൽ കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഈ ജാതീയമായ പിന്നെ അനാചാരങ്ങൾക്ക്, ഐക്യത്തിനും എതിരായിട്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മുന്നിട്ട് നിന്ന ആളാണ്. പ്രത്യേകിച്ചിട്ട് പന്തിഭോജനം എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയിട്ട്, അന്ന് അക്കാലത്ത് നമ്മൾ ഈ അഴീക്കലൊരു സുമുഖൻ എന്ന് പറഞ്ഞിട്ട് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അന്നത്തെ സ്വാതന്ത്ര്യ സമരക്കാലത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതുപോലെ ഈ പിന്നെ പന്തിഭോജനം പോലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളായിരുന്നു. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഈ തെരുവിൽ ഒരു ദേശീയ വായനശാല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലത്തൊക്കെ അതൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അത് ഇവിടെ തന്നെയാണ്, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടുള്ളതാണ്. അതോടൊപ്പം സ്ഥാപിക്കപ്പെട്ടതാണ് ഈ വാഗ്ഭടാനന്ദ ലൈബ്രറിയും. പിന്നെ കപ്പക്കടവിലുള്ളതാണ് ഒരു ഗ്രാമീണ വായനശാല. രാജേശ്വരീൻ്റെ ഈ ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊട്ടാരത്തുംപാറയിൽ ഒരു പ്രധാനപ്പെട്ട വായനശാലയുണ്ട്. അതിപ്പോഴും പ്രവർത്തിക്കുന്നില്ല അവിടെ. ഒരുപാട് ഗ്രന്ഥങ്ങൾ അത് ഇവരെ സ്വന്തം നിലയിൽ സ്ഥാപിച്ചതാണ്. പൊന്മടത്തിൽ കൃഷ്ണസ്വാമീൻ്റെ പേരിലുള്ള ഒരു വായനശാല വായ്പറമ്പിലുണ്ട്. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഒരു അംഗനവാടിയും പിന്നെ ഒരു ക്ലബ്ബും ഇതൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. തുറമുഖ പ്രദേശമായിട്ടുള്ള അഴീക്കലിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറി. തിരുവനന്തപുരം, കണ്ണൂർ, എറണാകുളം എന്നീ 3 ജില്ലകളിലാണ് മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. 110ഓളം തൊഴിലാളികളുള്ള അഴീക്കൽ മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറിയിൽ നിന്ന് ആദ്യകാലങ്ങളിൽ വെറും ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വലകൾ മാത്രമേ നിർമ്മിച്ചിരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, മത്സ്യഫെഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ പദ്ധതികളും അതുപോലെ തന്നെ വ്യാപാര വിപണന സ്ഥാപനങ്ങളും നടത്തിവരുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശ്രയമാണ് മത്സ്യഫെഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം. മത്സ്യഫെഡിൻ്റെ കീഴിൽ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടറി 2012 സ്ഥാപിതമായതാണ്. ഇത് ആദ്യകാലങ്ങളിൽ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഐസ് പ്ലാന്റ് ആയിരുന്നു. അത് കൺവേർട്ട് ചെയ്ത് റിനോവേഷൻ നടത്തി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വല നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയായി രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. കേരളത്തിൽ മത്സ്യഫെഡിൻ്റെ കീഴിൽ 3 വല നിർമ്മാണ ഫാക്ടറികളുണ്ട്. മത്സ്യഫെഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 80കളിൽ ആരംഭിച്ചതാണ് എറണാകുളത്തെ നെറ്റ് ഫാക്ടറി. അതിനുശേഷം 2012 കണ്ണൂരിലും 2016 തിരുവനന്തപുരത്തും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഡിമാൻഡും അതിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു വന്നപ്പോൾ 3 ഫാക്ടറികളാണ് മത്സ്യഫെഡിൻ്റെ കീഴിൽ ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യകാലങ്ങളിൽ ആദ്യത്തെ 4 വർഷം ഇവിടെ റോ മെറ്റീരിയൽ വല പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നില്ല. അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല.
അത് നമ്മൾ എറണാകുളത്ത് അസംസ്കൃതമായിട്ടുള്ള വല എറണാകുളത്ത് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിനുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് 2014-15 കൂടിയാണ് ഇവിടെ ഒരു പ്രോസസ്സിംഗ് സെക്ഷൻ ആരംഭിച്ചതും പ്രോസസ്സ് ചെയ്ത ഫിനിഷ് ചെയ്ത വല ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനും ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഫാക്ടറി ആരംഭിക്കുമ്പോൾ നമുക്ക് 25 മെഷീനാണ് ഇവിടെ ഉള്ളത്. ജപ്പാൻ നിർമ്മിതമായ അമിത കമ്പനിയുടെ 25 മെഷീൻ. ആദ്യകാലങ്ങളിൽ നമ്മൾ ഫാക്ടറി തുടങ്ങിയ കാലങ്ങളിൽ സ്ഥാപിതമായ 25 മെഷീനും അതോടൊപ്പം തന്നെ അത് നവീകരിച്ച് 2021 5 മെഷീൻ പുതുതായിട്ട് നമ്മൾ സ്ഥാപിക്കുകയും ചെയ്തു. അതോടെ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ആവശ്യത്തിന് വല ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക. മത്സ്യഫെഡിൻ്റെ 15ഓളം വ്യാസ സ്റ്റോറുകൾ കേരളത്തിലുടനീളമുണ്ട്. ആ വ്യാസ സ്റ്റോറുകളിലൂടെയും അല്ലാതെ നേരിട്ടുമാണ് മത്സ്യഫെഡിൻ്റെ വല വിപണനം ചെയ്തു വരുന്നത്. ഈ ഫാക്ടറിയിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ വലകൾക്ക് പുറമെ മറ്റ് കൃഷി ആവശ്യമായിട്ടുള്ള വലകൾ, സേഫ്റ്റി നെറ്റ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ മേഖലകളിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള വലകൾ, അതുപോലെ തന്നെ മത്സ്യകൃഷിക്ക് ആവശ്യമായ കേജുകൾ, മറ്റ് പലതരം ഹാപ്പകൾ, പലതരം വലകൾ എന്നിവയും കൂടി അനുബന്ധമായിട്ട് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 120ഓളം സ്റ്റാഫ്, വർക്കേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, പല ഡിവിഷനുകളിലായി 120ഓളം ജീവനക്കാർ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. വല നിർമ്മാണശാലയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സദേൺ സ്റ്റേറ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, ലാഭകരമായി പ്രവർത്തിക്കുന്ന വല നിർമ്മാണശാലകൾ മത്സ്യഫെഡിൻ്റെ കീഴിൽ മാത്രമാണ് നിലവിലുള്ളത്. കണ്ണൂർ ഫാക്ടറിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞു, അസംസ്കൃതമായ വല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ സ്ട്രെച്ചിങ് ആൻഡ് കളറിങ്, ഈ 2 പ്രോസസ്സാണ് ഈ പ്രോസസ്സിങ്ങിൽ വരുന്നത്. അത് ചെയ്യാതെ തന്നെ നമ്മൾ വല ഉൽപ്പാദിപ്പിച്ച് ആദ്യകാലങ്ങളിൽ എറണാകുളത്ത് അത് കൊടുത്ത് ചെയ്യുകയായിരുന്നു, എറണാകുളം ഫാക്ടറിയിൽ. പിന്നീട് നമ്മൾ പ്രോസസ്സിങ്ങിലൂടെ കടന്നു. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടൊയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാപ്രോലാക്ടം എന്ന് പറയുന്ന ഒരു പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്നാണ് യാൺ ഉണ്ടാക്കുന്നത്. യാണിൽ നിന്നാണ് ടൊയിൻ ഉണ്ടാക്കുന്നത്. ടൊയിൻ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ മത്സ്യഫെഡ് നിശ്ചിത കാലയളവിൽ ടെൻഡർ വിളിച്ച് ആ കമ്പനികളാണ് ക്വാളിറ്റിയുള്ള, ടെക്നിക്കൽ ക്വാളിറ്റി പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുന്ന ക്വാളിറ്റി ടൊയിനുകൾ അവർ വിതരണം ചെയ്യുന്നത്. ഈ ടൊയിൻ ഫാക്ടറിയിൽ വന്നതിന് ശേഷം ആ സെക്ഷനിലായിട്ട് നമ്മളത് കമ്പനിയുടെ കമ്പനിയുടെ ഫാക്ടറി മെഷീൻ റൂമിലേക്ക് ഇതാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ടൊയിനാണ്. ടൊയിൻ ഫാക്ടറിയിലെത്തിയിട്ട് അത് കമ്പനിയിൽ മെഷീനിൽ ലോഡ് ചെയ്യുകയാണ് അടുത്ത പരിപാടി. അതിൻ്റെ മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ബോബിനുകളിലും അല്ലാതെ ചീസ് സ്റ്റാൻഡ് എന്ന് പറയും. അതായത് സാധാരണ നെയ്ത്ത് കമ്പനിയുടെ അതേ പ്രവർത്തന രീതിയിൽ ഊടും പാവും നെയ്തെടുക്കലാണ് ഈ പറയുന്ന നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈലോൺ ടൊയിൻ നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്യുന്നു. അത് 600 ബോബിൻ എന്ന് പറയുന്ന 600 ബോബിനും ഈ ചീസ് സ്റ്റാൻഡിൽ നമ്മൾ സ്ഥാപിക്കുന്ന 600 ചീസും. ഇങ്ങനെയാണ് 600 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ണിറക്കമാണ്. അങ്ങനെ പലതരം കണ്ണിറക്കത്തിലുള്ള പല ഡയമെൻഷനിലുള്ള വലകൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ പുറത്ത് ഇറക്കുന്നു. കളർ ചെയ്യുന്നത് കൂടുതലായിട്ടും അവർക്ക് ആവശ്യമുള്ള കളറ് റെഡ് കളറാണ്. അതുകൂടാതെ തന്നെ ഗ്രീനുണ്ട്. ഗ്രീനിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. യെല്ലോ കളറ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരം അവർക്ക് ആവശ്യമുള്ള കളറ് ഡൈ ചെയ്തതിന് ശേഷം അത് ഹീറ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുന്ന അടുത്ത പ്രോസസ്സ്. അതിനകത്താണ് അതിൻ്റെ കണ്ണി വലിപ്പം ശരിയാവുന്നതും മറ്റ് രീതിയിലുള്ള പ്രോസസ്സിങ്, ഹീറ്റ് പ്രോസസ്സിങ് 100 ഡിഗ്രി അല്ലെങ്കിൽ 110 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സിങ് നടക്കുന്നത്. അതിനുശേഷം ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ടത് മാറുകയാണ്. അതിന് മുമ്പ് തന്നെ ഈ നെറ്റ് മേക്കിംഗ് മെഷീനിൽ നിന്ന് ഇറങ്ങുന്ന വല തന്നെ മെൻഡിങ്ങിൽ പോകും. മെൻഡിങ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്, അത് പരിഹരിക്കുന്നതിനുള്ള നെറ്റ് മെൻഡിങ് ഡിവിഷനിലേക്ക് പോകുന്നു. അതിനുശേഷം കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷമാണ് പ്രോസസ്സിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. പ്രോസസ്സിംഗ് സെക്ഷനിൽ പ്രോസസ്സിംഗ് ആൻഡ് സ്ട്രെച്ചിങ് കഴിയുമ്പോൾ ആ വല നമ്മൾ പാക്ക് ചെയ്യുന്നു. പോളി സാക്കിൽ പാക്ക് ചെയ്ത് അത് വിപണനത്തിന് തയ്യാറാവുന്നു. കാർഷിക മേഖലയിലെ അഴീക്കോടിൻ്റെ സമഗ്രമായ പ്രവർത്തനങ്ങൾക്ക് കൃഷിഭവൻ നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകുന്നത്. നടപ്പ് വർഷം തന്നെ 1 കോടി രൂപയുടെ പദ്ധതികളാണ് ഏകദേശം
കൃഷിഭവൻ മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികളായ പച്ചക്കറി കൃഷി വികസനം, ഗ്യാപ്പ് ക്ലസ്റ്റർ, അതുപോലെ ജില്ലാ ക്ലസ്റ്റർ, നെൽകൃഷി വികസനം തുടങ്ങിയ പദ്ധതികളും കൃഷിഭവൻ്റെ കീഴിൽ നടത്തപ്പെടുന്നുണ്ട്. ഏകദേശം 1700ഓളം കർഷകർ ഉൾപ്പെടുന്ന കേരഗ്രാമം പദ്ധതി 3ാം വർഷവും അതിൻ്റെ ആനുകൂല്യങ്ങൾ ഈ വർഷം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയായ കുറ്റിക്കുരുമുളക് കൃഷി വികസനം ഏകദേശം 2500 ചട്ടി കുറ്റിക്കുരുമുളകാണ് വിതരണം ചെയ്യുന്നത്. കൂടാതെ 2000 കവുങ്ങ് തൈകൾ ഇതേ പദ്ധതികൾ ഉൾപ്പെടുത്തി കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അലങ്കാര പൂച്ചെടി വികസനത്തിൻ്റെ ഭാഗമായി 200 യൂണിറ്റ് അലങ്കാര പൂച്ചെടികൾ, അതായത് ഓർക്കിഡ്, ആന്തൂറിയം മുതലായവ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മറ്റു പദ്ധതികളായ യന്ത്രവൽക്കരണ പദ്ധതികൾ, അതായത് കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികൾ ഉൾപ്പെടുത്തി 35 ഗ്രൂപ്പുകൾക്ക് കാട് വെട്ടുന്ന മെഷീൻ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ 225 എണ്ണം അർബാന, അതായത് വീൽ ബാരോ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയുടെ പ്രവർത്തനത്തിന് നല്ല രീതിയിൽ ഉതകുന്നതാണ്. അതുപോലെ തന്നെ നെൽകൃഷിയിൽ 45 ഹെക്ടറാണ് ഈ വർഷം നമ്മൾ നടപ്പിലാക്കിയത്. അതിൽ 3600 കിലോയോളം നെൽവിത്ത് പഞ്ചായത്ത് പദ്ധതികൾ ഉൾപ്പെടുത്തി വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ നെൽകൃഷിക്ക് 8500 രൂപ കാർഷിക പ്രവർത്തനങ്ങൾക്ക്, അതായത് നിലം ഒരുക്കുന്നതിന് ആനുകൂല്യമായി വിതരണം ചെയ്തിട്ടുണ്ട് കർഷകർക്ക്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതമായി 8500 രൂപ ഇതേ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി വിതരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം 130 ചില്ലറ കർഷകർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ, അതായത് മഴമറ അതുപോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി നൽകുവാൻ കർഷകർക്ക് സാധിച്ചിട്ടുണ്ട്. അഴീക്കോട് ഗ്രാമത്തിലെ വൻകുളം പ്രദേശത്തെ വൻകുളത്തിൻ്റെ ഓരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചിറക്കൽ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന ശ്രീ കേളു നമ്പ്യാർ പണിതതാണത്രേ ഈ കുളം. അഴീക്കോട് ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സവിശേഷമായ ഈ വൻകുളം ഇന്ന് ആരാലും തിരിഞ്ഞു നോക്കപ്പെടാനില്ലാതെ നിർജീവമായി കിടക്കുന്നൊരവസ്ഥയാണ് നമുക്ക് മുന്നിൽ. അതിലിപ്പോൾ നമ്മൾ ആദ്യം ടൂറിസത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ മീൻകുന്ന് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയായിരുന്നു. ഇപ്പോൾ ടി കെ ബാലൻ MLA ആയിരുന്ന കാലത്ത് അവിടെയായിരുന്നു നമ്മളത് ആരംഭിച്ചിരുന്നത്. പക്ഷേ എന്താ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സ്ഥലം അവിടെ പബ്ലിക് നമ്മൾ പൊതുവായിട്ട് റവന്യൂ ലാൻഡ് ഇല്ലാതെ കൊണ്ട് പിന്നീട് അക്വിസിഷൻ ആണ് പിന്നെ മാർഗമുള്ളത്. അത് എല്ലാം മിക്കവാറും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഈ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തുള്ളതല്ല. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ആകർഷണീയമായ മറ്റൊരു സവിശേഷതയാണ് അഴീക്കൽ മാട്ടൂൽ ബോട്ട് സർവീസ്. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ ഏറെയുണ്ടായിരുന്നിട്ടും ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ഇവിടെയുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് അഴീക്കലിൽ നിന്ന് മാട്ടൂലേക്ക് ബോട്ടുകളെ തന്നെയാണ്. അഴീക്കലിൽ നിന്ന് മാട്ടൂലേക്കും പറശ്ശിനിക്കടവിലേക്കും ഇവിടെ നിന്ന് ബോട്ട് സർവീസുകൾ നിത്യേന നടക്കുന്നതായി നമുക്ക് കാണാം. ഇത് സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ അഴീക്കോട് മാട്ടൂൽ സർവീസാണ്, ഫെറിയാണ്. നിരന്തരം എല്ലാ ദിവസവും 500 താഴെ വിദ്യാർത്ഥികളും മറ്റ് എല്ലാവരും കൂടെ ടോട്ടൽ 500 താഴെ യാത്രക്കാർ ദിവസം കയറി ഇറങ്ങുന്ന പാസഞ്ചർ സർവീസ് ഇവിടെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇന്ന് പോകുന്നത്. കറങ്ങി വരുന്നതിനെക്കാട്ടി പെട്ടെന്ന് യാത്രാ സൗകര്യം. ഇപ്പം അഴീക്കൽ ജെട്ടി പൊളിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ അടുക്കത്തെ ബോട്ട് പാലത്തേക്ക് മാറ്റിയിരിക്കുന്നത്.
രാവിലെ 6:30 തുടങ്ങും, വൈകുന്നേരം 7:15 അവിടെ നിന്ന് വിട്ട് ഇവിടെ 7:00 തീരും. ഒരു ദിവസം 48 ട്രിപ്പ്. മത്സ്യമേഖലയായിട്ട് പ്രധാനപ്പെട്ട പിന്നെ ഇപ്പോഴത്തെ ഈ പിന്നെ യന്ത്രവൽകൃത പിന്നെ ബോട്ടുകളും അതുപോലെ യന്ത്രവൽകൃത വലിയ തോണികളുമൊക്കെ വരുന്നതിന് മുൻപേ ഉള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണ്. അത് പിന്നീടാണ് ഈ യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ വന്നപ്പോഴാണ് 1967 മുതലാണ് അഴീക്കൽ ബോട്ട് ബേസിന് വന്നത്. ബോട്ട് ബേസിനും അതുപോലെ പിന്നെ കർണാടകത്തിൽ നിന്ന് വരുന്ന ബോട്ടുകളും എല്ലാം കേന്ദ്രീകരിച്ച് പിന്നെ അവിടെ വന്ന് ബോട്ടിങ് ഫിഷിങ് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ അതൊരു പ്രധാനപ്പെട്ട മത്സ്യം പിടിക്കുന്ന ഒരു പ്രധാന ബോട്ടുകൾ ഏതാണ്ട് ഒരു 300-400ഓളം ബോട്ടുകൾ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിൽ നിന്ന് ഇല്യാസ് എന്നിവർ കണ്ണൂരിൽ എത്തിച്ചേരുന്നത്. ഇന്ന് അദ്ദേഹം അന്തിയുറങ്ങുന്നതാകട്ടെ അഴീക്കലിലെ ആലാളമെന്ന പ്രദേശത്താണ്. ജാതിമത ഭേദമന്യേ ഇന്ന് ആ സ്ഥലം ഒരു പവിത്രമാക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ സ്ഥലമായി മാറിയതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ വർഷവും മാർച്ച് മാസം ഇവിടെ ഉറൂസും നടന്നു വരുന്നുണ്ട്. അഴീക്കലിലെ സമുദ്രത്തോട് ചേർന്നുള്ള ശാന്ത സുന്ദരമായിട്ടുള്ള ആലാളം മഖാമിൻ്റെ വിശേഷമാണ് ഇനി നമുക്ക് മുന്നിൽ. ഇവിടെ ഒരു 300 കൊല്ലത്തെ പഴക്കമുള്ള ഒരു മഖാമാണ് ഇത്. ഇവിടെ അന്നത്തെ കാലത്ത് ഒരു കിബില വെത്ത ഒരു തറ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മേലെയാണ് ആ സമയത്തുള്ള ആൾക്കാർ ഒരു പള്ളി എടുത്തത്. അതായത് ഒരു 30 അടി നീളവും ഏതാണ്ട് ഒരു 20 അടി വീതിയുമുള്ള ഒരു ചെറിയൊരു ബിൽഡിങ്, ഓടിൻ്റെത്. അതാണ് ഇപ്പോൾ ഈ വികസിച്ച് ഈ രൂപത്തിലുള്ള മഖാമായി മാറിയത്. ഇവിടെ മതങ്ങൾ വ്യത്യാസമില്ലാത്ത എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നു, സന്ദർശനത്തിന് വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 2 ആഴ്ച അപ്പുറം ശ്രീലങ്കയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നു. അങ്ങനെ വിദേശത്തു നിന്ന് പോലും ആൾ വരുന്നുണ്ട്. അവരിവിടെ വന്ന് ദീനി കാര്യങ്ങൾ ഇവിടെ സിയാർത്ത് ചെയ്ത് മറ്റ് ദീനി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഇവിടുത്തെ ചുറ്റുപാടുകൾ മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി അവർ പോകുന്നു. നേർച്ച ഇവിടെ അധികം കൊടുക്കുന്ന മുട്ട, അത് ഈ പാമ്പിൻ്റെ ബുദ്ധിമുട്ടുണ്ടായാലും മുട്ട കൊടുക്കും. പിന്നെ വെളിച്ചെണ്ണ, ഈ അരി, ഇതാ ഇവിടെ ചുറ്റുപാടുണ്ടോ അരി, പിന്നെ തുണി, ഇതെല്ലാം ഇവിടെ കൊടുക്കുക. ഉറൂസ് അധികം നടക്കൽ മതപഠനമാണ്, അതായത് വയത്, പിന്നെ മതപരമായ കഥാപ്രസംഗങ്ങൾ ഇതെല്ലാം നടത്തുക. അനാവശ്യം അതൊന്നും നടത്താൻ പറ്റില്ല. അതായത് കോൽക്കളി പോലും നടത്താൻ പറ്റില്ല. കോൽക്കളി നമ്മൾ മതപരമായ ചടങ്ങിൽ പെടാത്തത് കൊണ്ട് അത് പറ്റുകയില്ല. വെള്ളി, ശനി, ഞായർ ഉറൂസ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മധുരക്കഞ്ഞി കൊടുക്കും എല്ലാവർക്കും. അത് ധാരാളം ആൾക്കാർ ചുറ്റുപാടുന്നെല്ലാം വന്നിട്ട് വാങ്ങിയിട്ട് പോകും. ആലാളം, പിന്നെ ഉച്ചിലോത്ത്, പിന്നെ ചാലാട്. ചാലാടിന് പേര് അലവിൽ നിന്നാണ് ഐതിഹ്യം. ചാലാട് പിന്നെ നാട് നമ്മൾ പറഞ്ഞു വരുന്നതാണ്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇവർ ഒപ്പരം വന്നവരാണ്. പൂർവികന്മാർ, പണ്ഡിതന്മാർ, മഹാന്മാർ പറഞ്ഞത് ഈ നാട്ടിലെ തറവാട് ഇവിടെയാണ്. എല്ലാവരും പായ്ക്കപ്പലിൽ
അറേബ്യയിൽ നിന്നും വന്നവരാണ്. അങ്ങനെ ഇവിടെ കൂടി ഇവിടുന്നാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. ഇവിടെ കണ്ടമാനം ഖബറുകളുണ്ട്. അപ്പോൾ ഗ്രാമീണ വായനശാല 1942 തുടങ്ങിയത്. നമ്മളൊക്കെ ജനിക്കുന്നതിനെക്കാട്ടിയും കുറേ മുമ്പേ. അപ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഗ്രാമീണ വായനശാല ഇവിടെ തുടങ്ങിയത്. ആദ്യം തുടങ്ങിയത് ഒരു വീടിൻ്റെ ഒരു സൈഡിൽ അന്നത്തെ സമ്പ്രദായത്തിനനുസരിച്ചിട്ട് ഒരു ചെരിച്ച് കെട്ടിയെന്ന് പറയും. കാരണം വെച്ചാൽ ഒരു വീടിൻ്റെ പിൻഭാഗത്ത് ഒരു ഓല കൊണ്ട് മറച്ച് കെട്ടിയ ഒരു സംവിധാനത്തിലാണ് വായനശാല തുടങ്ങിയതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോഴ് ഗ്രാമീണ വായനശാല ലൈബ്രറി കൗൺസിൽ 1988 ലൈബ്രറി കൗൺസിൽ രജിസ്റ്റർ ചെയ്യുകയും 5824 നമ്പർ KNR 5824 നമ്പർ ഗ്രാമീണ വായനശാലേൻ്റെ. നേരത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS ആണ് ഈ വായനശാല കെട്ടിടം 3 നില വായനശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അതിനു മുൻപേ വേറെ 2 തവണയും കൂടി EMS തന്നെ ഇവിടെ വന്നിട്ട് വായനശാലൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ വായനശാല മുഴുവൻ തച്ച് തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും ഉദയം ചെയ്തിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു വായനശാല കെട്ടിടം 3 നില കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളോട് കൂടിയിട്ടാണ് ഈ വായനശാലൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തത്. ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുകയും അങ്ങനെ ഈ വായനശാല പൊതുവിൽ വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വായനശാലേൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ വീട് തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 8-9 ബാച്ച് പെൺകുട്ടികളെ വീട് തൊഴിൽ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സമയത്തും വായനശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. വായനശാലൻ്റെ സാമ്പത്തിക സ്വരൂപണം ആദ്യം നടത്തിയിരുന്നത് നമ്മളിവിടെ കുറിയൊക്കെ വെച്ചിട്ടാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ചെറിയ ചെറിയ രൂപത്തിൽ വാടക സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ആ വാടക സാധനങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ വായനശാല പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴ് വായനശാലേൻ്റെ ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ സംഭാവനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വായനശാല പ്രവർത്തിച്ച് കൊണ്ടുപോകുന്നത്. പൊതുവിൽ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഗ്രാമീണ വായനശാല എന്ന് പറയുമ്പോൾ പഴയ ആളുകൾക്ക് തന്നെ അറിയാവുന്നതാണ് ഗ്രാമീണ വായനശാലൻ്റെ പ്രത്യേകത. നമ്മൾ അഴീക്കോട് നോർത്ത് വില്ലേജിനകത്ത് ആദ്യമായി ഒരു 3 നില കെട്ടിടം എടുത്തത് ഗ്രാമീണ വായനശാലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാം. അപ്പോൾ ഇപ്പോഴും 3700-ലധികം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ നടത്തുകയുണ്ട്. കലാരംഗത്തൊക്കെ കുറേ നാടക ട്രൂപ്പുകളുണ്ടായിരുന്നു. ഒന്ന് പ്രധാനമായിട്ടും പൂതപ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നാടക ട്രൂപ്പ്, ഒരു ക്ലബ്ബും, അതിൽ പ്രധാനപ്പെട്ട കുറേ ആളുകൾ, അവരൊക്കെ മിക്കവാറും നാടകാഭിനയവുമായിട്ട് പല രംഗത്തും പ്രവർത്തിച്ചവരാണ്. പയ്യാമ്പലവും മീൻകുന്നും പോലെ വളരെ പ്രധാനപ്പെട്ടൊരു ബീച്ചാണ് ചാൽ ബീച്ച് എന്നത്. ഭാവിയിൽ ബ്ലൂ ഫ്ലാഗിൻ്റെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ പോവുകയാണ് ചാൽ ബീച്ച്. കടൽ പോലെ പരന്നു കിടക്കുന്ന അഴീക്കോട് ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഭാവിയിൽ അഴീക്കൽ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അനവധി വികസന പദ്ധതികളാണ് ഈ നാടും നാട്ടുകാരും സ്വപ്നം കാണുന്നത്. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.